അസ്സലാമു അലൈക്കും. 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 7ാമത്തെ പാഠമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചത് പ്രിപ്പോസിഷൻസ് അഥവാ എന്തോ ഒരു വസ്തുവിൻ്റെ ഉള്ളിലാണെന്ന് പറയാനും അല്ലെങ്കിൽ മുകളിലാണെന്ന് പറയാനൊക്കെ ഉള്ള വാചകങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഉദാഹരണത്തിന് വെളുത്തുള്ളി നമ്മൾ സ്തൂം എന്ന് പറയാം, പാത്രത്തിന് ഇന എന്ന് പറയും. വെളുത്തുള്ളി പാത്രത്തിലാണ് എന്ന് പറയണമെങ്കിൽ അതിന് കണക്ട് ചെയ്യുന്ന ഒരു വേർഡ് വേണം. ആ വേർഡാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത്. അപ്പോൾ അത് എന്തോ ഒന്നിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫി എന്നും എന്തോ ഒന്നിൻ്റെ മുകളിലാണെങ്കിൽ അലയാണും നമ്മൾ പറഞ്ഞു. ഇനി ഈ പാഠത്തിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും അതിന് ഉത്തരം പറയുന്നതുമാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഐനൽ ഹമാമ, വേർ എന്നുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഓക്കെ, ഐന എന്ന് പറഞ്ഞാൽ വേർ, എവിടെ. ഓക്കെ, ഐനൽ ഹമാമ, വേർ ഇസ് ദ പീജിയൻ. ഓക്കെ, ഐന സൂം, വെളുത്തുള്ളി എവിടെ. വേർ ഇസ് ദ ഒനിയൻ, വേർ ഇസ് ദി ഒനിയൻ, വെളുത്തുള്ളി എവിടെ. അപ്പോൾ അതേപോലെ ഐനൽ ഹമാമ, വേർ ഇസ് ദ പീജിയൻ, പ്രാവ് എവിടെ. ഐന ദറാജ, വേർ ഇസ് ദ സൈക്കിൾ എവിടെ. ഐന ലിബിൻ, കുട്ടി എവിടെ. 4 ചോദ്യങ്ങളാണുള്ളത്. അതിന് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം ആൻസർ എഴുതാൻ കഴിയുന്നതാണ്. ചോദ്യവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം, എന്നിട്ട് നമുക്ക് ഫർദർ ചോദ്യങ്ങളും നോക്കാം. അസൂമു, ഐന സൂം എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ആ ക്വസ്റ്റ്യനെ നമ്മൾ ഓപ്പോസിറ്റ് ആക്കുക. സൂം എന്നുള്ളത് ആദ്യത്തിൽ വരും ആൻസർ എഴുതുന്ന സമയത്ത്. പിന്നെ നമ്മൾ നോക്കുക സൂം, ആ വെളുത്തുള്ളി എവിടെയാണുള്ളത്, അതൊരു പാത്രത്തിലാണുള്ളത്. അപ്പോൾ നമ്മൾ ആ പാത്രം അടുത്തത് എഴുതി കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയായി പാത്രവുമായി. ഇനി ഇതിനെ കണക്ട് ചെയ്യണം 2 സെൻറ്റൻസിനെ. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് കൊടുത്തു, നേരത്തെ പഠിച്ച പോലെ എന്തോ ഒന്നിൻ്റെ ഉള്ളിലാണ് വെളുത്തുള്ളി ഉള്ളത്. അപ്പോൾ ഫി അസൂമു ഫിലിന, ഈ വെളുത്തുള്ളി പാത്രത്തിലാണ്. അടുത്ത് ഐനൽ ഹമാമ, വേർ ഇസ് ദ പീജിയൻ, പ്രാവ് എവിടെ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നേരെ ക്രോസ്. ഹമാമ ആദ്യം എഴുതി കൊടുത്തു. പ്രാവ് ജിദാർ, എവിടെയുള്ളത്, ചുമരിലാണ് അല്ലെങ്കിൽ മതിലിലാണ്. അപ്പോൾ കണക്ട് ചെയ്യണം, എന്തിൻ്റെ, മതിലിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ ഹമാമത്തു അലൽ ജിദാരി, പ്രാവ് മതിലിൻ്റെ മുകളിലാണുള്ളത്. അടുത്തത് ഐന ദറാജ, സൈക്കിൾ എവിടെ. അപ്പോൾ ദറാജ നേരെ ആദ്യത്തിൽ എഴുതി കൊടുക്കുക. ഐനൻ്റെ സ്ഥാനത്ത് എവിടെയുള്ളത്, റോഡിലാണ്. അപ്പം റോഡിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം ഫിഷാരിയായി, റോഡിലാണ്. ഇനി ഐന ലിബിൻ, കുട്ടി എവിടെ. നേരത്തെ പറഞ്ഞ പോലെ അൽ ഇബിനു എവിടെയുള്ളത്, റോഡിലാണ്, സൈക്കിളിലാണ്. അപ്പം അല ദറാജ, സൈക്കിളിൻ്റെ മുകളിലാണ് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പാടാണ്. നമ്മൾ ഐന ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ കുട്ടി എവിടെയാണെന്ന് നമുക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഐന ഇട്ട് കൊടുക്കുക, ശേഷം കുട്ടി എവിടെയെന്ന് ചോദിക്കുക, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. ചോദ്യമായി സൈക്കിൾ എവിടെയെന്ന് ചോദിക്കണം. ആദ്യം ഐന ദറാജ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ആ ലെവലിലാണ്. ശേഷം ഇവിടെ അപ്പോൾ നമ്മൾ ഇനി ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. അൽ ഇബിനു അല ദറാജ എന്നുള്ളതിന് ചോദ്യമായിട്ട് വരിക ഐന ലിബിൻ, കുട്ടി എവിടെ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അൽ ഇബിൻ, ഐബിൻ്റെ നേരെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ശേഷം അല ദറാജ എന്നുണ്ടാവുക. അപ്പം എവിടെ എന്നുള്ളതാണ്. അപ്പോൾ ഐന ആദ്യം എഴുതി കൊടുക്കുക, ശേഷം ഇബിൻ എഴുതി കൊടുക്കുക, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ലാസ്റ്റിലിട്ട് കൊടുക്കാം. അടുത്തത് സമക്കുഫുൽ മായി, മീൻ കുളത്തിലാണ് അല്ലെങ്കിൽ വെള്ളത്തിലാണ്. ആ മീൻ എവിടെ എന്നുള്ളതാണ് ചോദ്യം വരിക. അപ്പോൾ ആദ്യം ഐന എഴുതി കൊടുക്കുക, ശേഷം സമക്ക് ഇങ്ങോട്ട് എഴുതി കൊടുക്കുക. അടുത്തതാൽ ഹക്കീബത്തു അല താവില, ബാഗ് ടേബിൾ മേലാണ് എന്ന് പറയുമ്പോൾ എവിടെയാണ് ബാഗ് എന്ന